എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷീല ജയകുമാർ. എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട്, സംശയം ചോദിക്കുന്നുണ്ട്. വളരെ സന്തോഷം. എന്ത് സംശയം ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ്. നമ്മൾ സ്റ്റിച്ചിങ്ങിൽ അവസാനമായിട്ട് തയ്ച്ചത് സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ്. അതെല്ലാവരും തയ്ച്ച് കാണുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ബോട്ടമാണ്. ബോട്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് നമുക്ക് തയ്ക്കാം. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ പ്ലീറ്റ്സ് ഒന്നും ഇടാത്ത ഒരു ബോട്ടമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ബോട്ടം തയ്ക്കുന്നത് സെൻറ്ററിൽ പ്ലീറ്റ്സ് ഇട്ട് തയ്ക്കും, ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഇട്ട് തയ്ക്കും, പിന്നെ രണ്ട് സൈഡിലും നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് തയ്ക്കാം, പ്ലീറ്റ്സ് ഇടാണ്ട് തയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ തയ്ക്കാം, അത് നിങ്ങൾ നിക്കറെല്ലാവരും തയ്ച്ച് കാണുമല്ലോ. ഏകദേശം അതുപോലെയൊക്കെ വളരെ എളുപ്പം തയ്ക്കാൻ പറ്റുന്ന ഒരു ബോട്ടമാണ്. അപ്പം ഞാൻ അതിൻ്റെ തിയറി ആദ്യം പറഞ്ഞു. നമ്മൾ തയ്ക്കാൻ പോകുന്ന ബോട്ടത്തിൻ്റെ തിയറിയാണിത്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ തിയറി. ഇപ്പം AB എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ലെങ്താണ്. ലെങ്ത് എന്ന് വെച്ചാൽ നമ്മൾക്ക് എത്ര ലെങ്ത് വേണമെന്ന് നമ്മളിപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് തയ്ക്കുവാണെങ്കിൽ മിററിൽ വന്ന് മുൻപിൽ നിന്ന് നോക്കുക. നമ്മൾ വള്ളി കെട്ടുന്ന അവിടെ തൊട്ട് താഴെ വരെ എത്ര ലെങ്ത് ഉണ്ടെന്ന്. അതിൻ്റെ കൂടെ 10 ഇഞ്ചാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ 10 ഇഞ്ച് എന്തിനാന്ന് വെച്ചാൽ മുകളിൽ മടക്കി അടിക്കാൻ വേണം, പിന്നെ താഴെ മടക്കി അടിക്കാൻ വേണം. കൂടാതെ കുറച്ച് ചുരുക്ക് താഴെ കിടക്കാനും കൂടി വേണ്ടിയാണ് നമ്മൾ ഈ 10 ഇഞ്ച് കൂട്ടിയെടുത്തേക്കണേ. അപ്പം ഞാൻ തയ്ക്കുന്ന ബോട്ടത്തിൻ്റെ ലെങ്ത് 35 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 10 ഇഞ്ചും കൂടെ കൂട്ടി, അപ്പം 45 ഇഞ്ച്. അങ്ങനെ AB എന്ന് പറയുന്നത് 45 ഇഞ്ച്. അത് മനസ്സിലായില്ലേ? ഇതാണ് ഇറക്കം. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ വിഡ്ത്താണ്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1/3 സീറ്റാണ് നോക്കുന്നത്. ഇതിൻ്റെ അളവ് സീറ്റ് 42 ഇഞ്ചാണ്. അപ്പം 42 ഇഞ്ച് 1/3 കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്തതാണ് ഇതിൻ്റെ വീതി. അപ്പം 45 ഇഞ്ച് നീളത്തിൽ 17 ഇഞ്ച് വീതിയിൽ ഒരു പീസാണ് നമുക്ക് ഈ ബോട്ടം തയ്ക്കാൻ ആവശ്യമായിട്ട് വരുന്നത്. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 42 നമ്മുടെ സീറ്റാണ്. അതിൻ്റെ 1/3 എന്ന് പറയുന്നത് 14 ഇഞ്ച്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുമ്പോൾ 17. ഈ രണ്ടളവാണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത്, ഈ ABയും EDയും. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സീറ്റിൻ്റെ അവിടെ വരുന്ന അളവാണല്ലോ. നമുക്ക് വേസ്റ്റിലേക്ക് അത്രയും മണ്ണ് ആവശ്യമില്ല. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചെടുക്കണം. ഇവിടെ ശരിക്കും 17 ഇഞ്ചാണ്. അതിൽ നിന്ന് 3 ഇഞ്ച് കുറയ്ക്കുമ്പോൾ ഇവിടെ 14 വരും. AF എന്ന് പറയുന്നതാണ് 14. അവിടെ നിന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. ആ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ലൈൻ വരച്ചു, താഴത്തേക്കുള്ളത് വരച്ചു, ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിമുട്ടിക്കുക. 17 ഇഞ്ച് നീളത്തിൽ 45 ഇഞ്ച് 17 ഇഞ്ച് വീതിയിൽ 45 ഇഞ്ച് നീളത്തിൽ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ആദ്യം വരയ്ക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വരയ്ക്കുക. ഈ താഴത്തേക്കുള്ള ഈ ലൈൻ എന്ന് വെച്ചാൽ 15 വരെയാണ് നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1/3 സീറ്റ് പ്ലസ് 1.5 ഇഞ്ച്. ഈ പറയുന്നത് 1/3 സീറ്റ് പ്ലസ് 1.5 ഇഞ്ചാണ്. നമ്മുടെ ഈ ലൈനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഈ CD അല്ലെങ്കിൽ FH. അത് നമ്മുടെ 1/3 സീറ്റ് പ്ലസ് 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം 42ൻ്റെ 1/3 എന്ന് പറയുമ്പോൾ 14. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടുമ്പോൾ 15.5. അപ്പോൾ ഈ ലൈനിൻ്റെ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഇത് കർവ് വരയ്ക്കണേന്ന്. നമ്മൾ ഈ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് ഡയറക്റ്റ് ഇത് അങ്ങോട്ട് നീട്ടി വരയ്ക്കണം. 1.5 ഇഞ്ച് ഇത് അങ്ങോട്ട് അവിടെ മാർക്കിട്ടിട്ട് വളരെ സ്ലോയിൽ ഇങ്ങനെ വരച്ചു കൊണ്ടുപോകണം. സ്മൂത്തായിട്ട് വരച്ചു കൊണ്ടുപോകണം. ഈ കർവ് ഉണ്ടതുപോലെ അറിയാത്ത വിധത്തിൽ വേണം ഇത് അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഇവിടം വരെ വളഞ്ഞാൽ മതി. പിന്നെ നമ്മൾ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് വിഡ്ത്ത് 17 ഇഞ്ച്, ലെങ്ത് 45 ഇഞ്ച്. ഇത് 17ൽ നിന്ന് 3 പോയപ്പം ബാക്കി വേസ്റ്റ് വന്നിട്ടുള്ളത് 14. അവിടെ നിന്ന് ഇവിടെ 3 ഇഞ്ച്, ഇവിടെ നിന്ന് 1.5 ഇഞ്ച് അങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിൽ കൂടി നമ്മൾ മുകളിലേക്ക് കർവ് വരച്ചു. അപ്പോൾ അത്രയും ഭാഗം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ബോട്ടത്തിൻ്റെ കീഴ്വശം ആണ് അറിയേണ്ടത്. ഇനി നമ്മൾ
കാലിൻ്റെ അടിയിലെ ചുറ്റളവ് എടുക്കണം. അടിയിലെ ചുറ്റളവ് എന്ന് വെച്ചാൽ ഇതുപോലെ ഉപ്പൂറ്റി ചേർത്തിട്ടുള്ള ചുറ്റളവാണ് നമ്മൾ എടുക്കുന്നത്. എന്നാലല്ലേ ബോട്ടം മുകളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. ആ ഉപ്പൂറ്റിക്ക് ചുറ്റും ഉള്ള കറക്റ്റ് അളവ് എടുക്കണം. അതിൽ നിന്ന് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ ചുരുക്കിടുമല്ലോ താഴെ, അതിങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ചെരുപ്പിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വന്ന് പുറകിൽ നിന്ന് ഇങ്ങനെ ബോട്ടം വലിയാൻ തുടങ്ങും. അപ്പം അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടി ഈ കറക്റ്റ് ഈ അളവ് തന്നെ എടുക്കുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിടാൻ വേണം. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 12 ഇഞ്ച് ചുറ്റളവാണ്. അപ്പോൾ ചുറ്റളവാണ്, നമുക്ക് അതിൻ്റെ ഹാഫാണ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 2 കൂട്ടി, അപ്പോൾ 14 വന്നു. അതിന് 2 വരും 7. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. 12 ഇഞ്ച് ചുറ്റളവ്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി, അപ്പോൾ 14 കിട്ടി. ഡിവൈഡഡ് ബൈ 2 7. ഈ ഭാഗമാണ് നമുക്ക് 7 എന്ന് കിട്ടിയത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ചരിച്ച് ഒരു വര വരയ്ക്കുക, ഇങ്ങനെ താഴത്തേക്ക്. ഇപ്പോൾ ഏകദേശം നമ്മൾ ബോട്ടം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 10 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾക്ക് ആവശ്യമുള്ള ലെങ്തിനേക്കാളും 10 ഇഞ്ചാണ് നമ്മൾ കൂടുതൽ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ 1.5 ഇഞ്ച് ഇവിടെ മടക്കി അടിക്കാൻ പോകുന്നുണ്ട്. 1.5-2 ഇഞ്ച് നമ്മൾ താഴെ മടക്കി അടിക്കും. അപ്പോൾ ബാക്കി ആണ് നമ്മളിങ്ങനെ ചുരുക്കമായിട്ട് ഇവിടെ ഇടാൻ ഉദ്ദേശിച്ചേക്കണേ. അപ്പം നമ്മൾക്ക് 45 ഇഞ്ച് നീളത്തിൽ മുകളിൽ നിന്ന് നമുക്ക് എത്ര ഇഞ്ച് കഴിഞ്ഞാണ് ഈ ചുരുക്ക് വരണേന്ന് നോക്കണം. അപ്പം 45, നമുക്ക് 35 ഇഞ്ചാണല്ലോ നമ്മൾ ലെങ്ത് എടുത്തത്. അതിലൊരു 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് കൂടെ മടക്കി അടിക്കാൻ പോയിട്ടുണ്ട്. അപ്പം അതും കൂടെ കൂട്ടുമ്പോൾ 37 ഇഞ്ച് വരും. അപ്പം മുകളിൽ നിന്ന്, അതാണ് ഞാൻ ഈ ഡാഷ് ഇട്ടേക്കണം, 37 ഇഞ്ച് മാർക്ക് ചെയ്യുക. 37 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ തൊട്ട് ഇങ്ങോട്ട് നമുക്ക് 12 ഇഞ്ച് മതി അല്ലേ. ഈ കാലിൻ്റെ ചുറ്റളവാണല്ലോ അത്. അപ്പോൾ ഈ ചുറ്റളവ് നമ്മൾ ഇവിടെ ചുരുക്ക് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയല്ല ഇത് നമ്മൾ ചെയ്തത്. അപ്പോൾ അവിടെ തൊട്ട് ഇങ്ങോട്ട് നമുക്ക് 12 ഇഞ്ച് മതി. അപ്പോൾ അവിടെ തൊട്ട് 12 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് മുകളിലേക്കൊന്ന് ചരിച്ച് വരയ്ക്കും. ഈ കട്ടിങ് കഴിഞ്ഞിട്ട് നിങ്ങളിത് വെട്ടിയാലും മതി, അതല്ല ആദ്യം വെട്ടാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അപ്പം നമുക്ക് ഇത്രയും തുണി കിട്ടും. 4 പീസ് ഉണ്ടാവും. ഇത് നമ്മളിപ്പോൾ 2ആയിട്ട് മടക്കി, ആദ്യം 2ആയിട്ട് മടക്കി, പിന്നെ ഒന്നും കൂടി 2ആയിട്ട് മടക്കി 4 ലെയറിലാണ് നമ്മൾ ഈ ബോട്ടം വെട്ടണത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾക്ക് ഈ പീസ് 4 എണ്ണം കിട്ടും. ഇതൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് വെട്ടുവാണെങ്കിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 2 മീറ്റർ തുണിയുള്ളൂ എന്ന് വെച്ചാൽ ഇങ്ങനെ 45 ഇഞ്ചൊന്നും നമുക്ക് കിട്ടില്ല. 1 മീറ്റർ എന്ന് വെച്ചാൽ 39 ഇഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് എങ്ങനെ വെട്ടും, ഇത് ഒറ്റ ഇതാണല്ലോ, ജോയിൻ്റ് ഒന്നുമില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പീസ് എടുത്തിട്ട് മുകളിൽ ഫിക്സ് ചെയ്തിട്ട് തയ്ക്കാം. ഈ പീസ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വരച്ചിട്ടില്ലേ ഞാൻ ആദ്യത്തെ, അതുപോലെ വരച്ചിട്ട് മറിച്ച് വെച്ച് ജോയിൻ ചെയ്യണം. ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ ആണല്ലോ. ഒരു ട്രയാങ്കിൾ ഇപ്പുറത്തേക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റെക്റ്റാങ്കിൾ ആവില്ലേ ഇതിങ്ങനെ. അങ്ങനെ ഒരു പീസ് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഇങ്ങനത്തെ 4 പീസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഈ ട്രയാങ്കിള് വേറൊരു ട്രയാങ്കിൾ ഇപ്പുറത്ത് വെച്ച് ഈ ലൈനിൽ കൂടിയാണ് ചരിച്ചാണ് നമ്മൾ ജോയിൻ ചെയ്യണേ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ കിട്ടും. അങ്ങനെ 2 പീസ് നമുക്ക് കിട്ടും. അപ്പം ഇവിടെ എന്താണോ അതിൻ്റെ അളവ്, ആ അളവിലുള്ള പീസായിരിക്കും നമുക്ക് കിട്ടണേ. അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ 17 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അല്ലേ. അതിൽ നിന്ന് നമ്മൾ 7 ഇഞ്ചേ വെട്ടിയിട്ടുള്ളൂ. ബാക്കി 10 ഇഞ്ച് നമുക്കിവിടെ ബാക്കിയുണ്ട്. ഈ 10 ഇഞ്ച് നീളത്തിൽ ഇത്രയും 10 ഇഞ്ച് വീതിയിൽ ഇത്രയും നീളത്തിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെ തുണി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് 15 എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 10 കിട്ടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ടുള്ള പീസ് നിങ്ങൾ ഇതിൽ നിന്നെടുത്ത് ജോയിൻ ചെയ്ത് പിടിപ്പിക്കണം. ഇത് 10 ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്കൊരു 5.5 ഇവിടെ നിർത്തി കട്ട് ചെയ്താലും ബാക്കി 10 ഇഞ്ച് നിങ്ങൾക്ക് ഈ പീസിൽ നിന്നെടുത്ത് ജോയിൻ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ തുണി ലാഭിക്കണേ. 2 മീറ്റർ തുണിയുള്ളൂ, 1.25 തുണിയുള്ളൂ എന്നൊക്കെ വെച്ചാലും നമുക്ക് അങ്ങനെയൊക്കെ തയ്ക്കാൻ പറ്റും. എന്നാലും ഇതിൽ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവും. കാരണം ഇത് ഇത്രയും നീളത്തിലുള്ളൊരു പീസാണ് അല്ലേ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ മടക്കി അടിക്കേണ്ടതിന് പകരം
പുറകിലേക്ക് തുണി വെച്ചിട്ട് അടിക്കാം, അല്ലെങ്കിൽ താഴത്തേക്ക് 2 ഇഞ്ച് വരെ താഴത്തേക്ക് വീതിയിൽ വെച്ചിട്ട് മടക്കി അടിക്കാം. അങ്ങനെ പലതരത്തിലും നമുക്ക് തുണി ലാഭിക്കാം കേട്ടോ. തുണി ഇല്ലയെന്ന് വെച്ച് നിങ്ങൾ ഇതിൻ്റെ മോഡലൊന്നും മാറ്റരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ സേവ് ചെയ്യണം തുണി. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തുണിയായിരിക്കും, അത് ലാസ്റ്റ് ബിറ്റായിരിക്കും, 1.5 മീറ്റർ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാലും നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ തുണിയൊക്കെ ലാഭിച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് തയ്ക്കാൻ പഠിക്കണം. എന്നാലും നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നന്നായിട്ടൊക്കെ തയ്ച്ചിടാൻ പറ്റുള്ളൂ. തുണി ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് തയ്ച്ചിടാൻ പറ്റുള്ളൂ. ഇനി ഞാനിത് തുണിയിലൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന തുണി. ഈ തുണി 45 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. വീതി ഇതിൽ കൂടിയ തുണിയാണ് ഇത്. അപ്പം ഞാനതിങ്ങനെ വിലങ്ങനെ എടുത്തത്. പിന്നെ ഇതിൻ്റെ ഡിസൈനും ഇങ്ങനെ വരുമ്പോൾ വലിയ ഭംഗിയില്ല ഇതിൻ്റെ ഡിസൈൻ. അതുകൊണ്ട് ഇങ്ങനെ വിലങ്ങനെ എടുക്കാം. ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് വെട്ടാൻ പറ്റുമത്, ജോയിൻ്റ് ഒന്നും ഇല്ലാണ്ട്. അപ്പം ഞാൻ ഈ തുണി ഇപ്പോൾ 17 ഇഞ്ച് വീതിയിൽ 4 ആക്കി മടക്കിയേക്കാം കേട്ടോ. ആദ്യം 34 ഇഞ്ച് വീതിയിൽ 2 ആക്കി മടക്കി, പിന്നെ അത് തന്നെ ഒന്നും കൂടെ മടക്കി. അപ്പോൾ 17 ഇഞ്ച് വീതിയിൽ മടക്കിയേക്കുവാണ്. 45 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ മടക്കി വെച്ചേക്കുക കേട്ടോ. ഇനി നമുക്കതിൻ്റെ കട്ടിങ് നോക്കാം. അപ്പം നമ്മൾ മടക്കി വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ മടക്കി വെക്കണം. നമുക്ക് ഈ സെൻറ്ററിൽ മാത്രമേ ജോയിൻ്റ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. സൈഡിൽ മടക്കാണ് വരണേ. അപ്പോൾ ഈ മടക്ക് ഇങ്ങനെ സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ക്രൂഷ് ഏരിയ അതെല്ലാം വരയ്ക്കാൻ പോണത്. അപ്പം നമുക്ക് ഇവിടെ ഞാൻ 17 ഇഞ്ചിന് മാർക്ക് ചെയ്യുന്നില്ല. 17 ഇഞ്ചാണല്ലോ ഇത്. ആകെ 17 ഇഞ്ചാണ് ഇതിൻ്റെ ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, 17 ഇഞ്ച്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ചല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പം ആ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങോട്ട് 15.5 ഇഞ്ച്, 1/3 സീറ്റ് പ്ലസ് 1.5 ഇഞ്ച് നമ്മൾ പറഞ്ഞല്ലോ. ആ 15.5 ഇഞ്ച് ഇവിടം വരെ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങോട്ട് നീളത്തിൽ വരയ്ക്കും. ഞാൻ കാണാൻ വേണ്ടി കേട്ടോ കളർ വയലറ്റ് ഇതൊക്കെ എടുത്തേക്കണം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. കണ്ടോ, ഇവിടം വരെ വരച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? ആ ഭാഗം ചരിച്ച് വരയ്ക്കണ്ടേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. വളരെ പിടുത്തമൊന്നും ഇല്ലാണ്ട് ജോയിൻ ചെയ്യാൻ തക്കവണ്ണം സ്മൂത്തായിട്ടൊന്ന് ചരിച്ച് വരച്ചു. അവിടുത്തെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഇനി താഴത്തെയാണ് നോക്കേണ്ടത്. താഴത്ത് നമുക്ക് കിട്ടിയത് 7 ഇഞ്ച് അല്ലേ? 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ മുകളിൽ നിന്ന് 37 ഇഞ്ച് വരെ ആ 7 ഇഞ്ച് മതി അല്ലേ? 35 ഇഞ്ച് നീളം, മുകളിൽ കുറച്ച് തയ്ക്കാനും പോകൂലേ. അങ്ങനെ 37 വരെ നമുക്ക് 7 ഇഞ്ച് മതി. അപ്പം 37 മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അപ്പം ഇതിൽ മടക്കി അടിക്കാനും വരും, ബാക്കി ചുരുങ്ങി കിടക്കുകയും ചെയ്യും കേട്ടോ. കണ്ടോ, അതെ സ്ട്രെയിറ്റ് വരച്ചു. ഇവിടെ നിങ്ങോട് 6 ഇഞ്ചാണ് കാലിൻ്റെ ചുറ്റളവ്, അതിന് 1 ഇഞ്ച് കൂട്ടിയെടുത്തു. എന്നിട്ട് അവിടെ നിങ്ങോട് 37 ഇഞ്ച് ഇവിടം വരെ വന്നത്, അവിടേക്ക് സ്ട്രെയിറ്റ് വരച്ചു. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് വരയ്ക്കാം. അതല്ലെങ്കിൽ നമ്മളങ്ങ് വരച്ച് ആദ്യം ഒരു ക്രോസ് വരച്ച് വയ്ക്കുക, എന്നിട്ട് അങ്ങ് ഷേപ്പ് ചെയ്താൽ മതി. ഇതാണല്ലോ ക്രോസായിട്ട് വരയ്ക്കുന്നത്. ഉണ്ടോ? ഇവിടെ നിന്ന് നമ്മൾ പതുക്കനെ കുറേശ്ശെ കുറേശ്ശെ കൂട്ടിക്കൊണ്ടുവരാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. ഈസി അല്ലേ? പെട്ടെന്ന് കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഈ പീസിൻ്റെ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. നമുക്കിത് ഇങ്ങനെ ഒരു പീസ് കിട്ടിയില്ലേ, ഇത് 4 ലെയർ ഉണ്ടാവും. കണ്ടോ, 4 ലെയർ. ഇത് ശരിക്കും ക്രോസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ, ഇതിപ്പോൾ നല്ല വശം ചീത്ത വശമല്ലേ, ഇത് രണ്ടും തമ്മിൽ കൂട്ടി വയ്ക്കാൻ നമുക്ക് പറ്റില്ല. ഇത് ഇതിൻ്റെ ഒരു നല്ല വശം ഇതിൻ്റെ ഒരു നല്ല വശം തമ്മിൽ നമുക്ക് കൂട്ടി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടും.
അങ്ങനെ തുണി കുറവുള്ളവർ അങ്ങനെ ജോയിൻ ചെയ്ത് എടുത്തോളാനാണ് ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കറക്റ്റായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ മടക്കണം, ആ തുമ്പിൽ നിന്ന് ഈ തുമ്പ് വരെ ഇതിങ്ങനെ മടക്കിയാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ട്രയാങ്കിൾ കിട്ടും. ഈ തുണി നമ്മൾ വെട്ടിക്കളയണം. ഈ തുണി വെട്ടിക്കളഞ്ഞിട്ട് ഈ തുണിയും വെട്ടിക്കളയണം. എന്നിട്ട് തിരിച്ചു വച്ചിട്ട് ജോയിൻ ചെയ്യണം. ഇങ്ങനെ തിരിച്ചു വച്ചിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയും തുണി നമുക്ക് കിട്ടും. ഈ പീസാണ് നമുക്ക് വേണമെങ്കിൽ മുകളിലേക്കൊക്കെ വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ആവശ്യമില്ല, ഇതിൽ തുണി ഉണ്ടായിരുന്നു. ഈ വള്ളിക്കുള്ള തുണി മാത്രമേ ഇത് നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്ന് തയ്ച്ച് കാണിച്ചു തരാം. നമ്മൾ ഈ ബോട്ട തയ്ക്കുമ്പോൾ ആദ്യമായിട്ട് അടിവശം മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉള്ളിൽ കുറച്ച് കട്ടി വയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്യാൻവാസ് വേണമെങ്കിൽ മുറിച്ച് വയ്ക്കാം. അതല്ല വേറെ വല്ല തുണിയും ഉള്ളിൽ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറേ ലെങ്ത് ഉണ്ട്, ഇത് തന്നെ 2 പ്രാവശ്യം മടക്കി അടിക്കാൻ പറ്റുമെങ്കിൽ അത് മതി. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്യാൻവാസ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കാരണം അത് വച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് 1.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. അപ്പോൾ നമുക്കൊരു 1.25 ഇഞ്ച് വെച്ചിട്ട് ഒരു കട്ടിങ് കൊടുക്കാം. അപ്പം 2 കാലും ഒരേ അളവിൽ നമുക്ക് മടക്കാൻ പറ്റും. നമ്മളൊരു കാലം മടക്കുമ്പോൾ അത് ഇത്തിരി കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്നുള്ള സംശയമൊന്നും ഉണ്ടാവില്ല. ആ മടക്ക് വെച്ച് നമ്മൾ ഇനി അങ്ങോട്ട് മടക്കി അടിച്ചാൽ മതി. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാൻവാസ് വെച്ച് കൊടുക്കുക. അപ്പം നല്ല വശവും ചീത്ത വശമൊക്കെ നോക്കുക. ചീത്ത വശത്ത് നമ്മൾ ഈ ക്യാൻവാസ് വെച്ച് കൊടുക്കുക, എന്നിട്ട് മടക്കി വയ്ക്കുക. നമ്മൾ ഈ കട്ടിങ് കൊടുത്തല്ലോ, അപ്പോൾ ഈ കട്ടിങ് കൊടുത്താൽ നമുക്ക് എളുപ്പമാണ് അത് വെച്ച് തയ്ക്കാൻ. കട്ടിങ്ങിൽ വെച്ച് മടക്കി ക്യാൻവാസ് വെച്ചങ്ങ് തയ്ച്ചാൽ മതി. അപ്പം നല്ല കട്ടിയിലിരുന്നോളൂ ആ ഭാഗം. ഇത് ഏകദേശം ഒരുപോലെ ഇരിക്കണം, നല്ല വശം ചീത്ത വശം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ചില തുണി അങ്ങനെയാണ്, നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനേ മനസ്സിലാവുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ മടക്കി അടിക്കാൻ പോവാണ്. മടക്കി അടിച്ച ശേഷം നമ്മൾ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി ഒരടി കൂടെ അടിക്കണം. ഒരു 1/4 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി ഒരടി, ഒരു ഭംഗിക്ക് 3 അടിയെ സാധാരണ എല്ലാവരും ബോട്ടത്തിൻ്റെ താഴെ അടിക്കണം. മുകളിൽ 2 അടി കൊടുത്തു കഴിഞ്ഞ് താഴെ ഭാഗത്ത് 1/4 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ. ബോട്ടം മടക്കി അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ജോയിൻ ചെയ്യാം. നല്ല വശം കൂട്ടി യോജിപ്പിക്കാം. തയ്ക്കുന്നതിന് നിക്കറുമായിട്ട് ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനെ കൂട്ടി വയ്ക്കുക 2 വശവും കൂടി. നല്ല വശം ചേർത്ത് വയ്ക്കുക. 1 ഇഞ്ചാണല്ലോ നമ്മൾ എടുത്തേക്കണ അഡീഷൻ, അപ്പോൾ 1 ഇഞ്ച് നീക്കി തയ്ക്കുക. സ്റ്റാർട്ടിങ്ങിലൊന്ന് ലോക്ക് ചെയ്തിട്ട് തയ്ക്കണേ. രണ്ട് പീസും വലിക്കാണ്ട് തയ്ക്കണം കേട്ടോ, എന്നാലും ഒരുപോലെ അറ്റം വരെ വരുള്ളൂ. അവിടെ ലോക്ക് ചെയ്തേക്ക് 2 സ്റ്റിച്ച് ഇടണം കേട്ടോ.
ഇനി അങ്ങോട്ടും കൂടെ ഒരു സ്റ്റിച്ച് അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകും. തൊട്ടിട്ട് നോക്കിയിട്ട് എവിടെയെങ്കിലും ലൂസൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് അടിച്ച് ടൈറ്റ് ആക്കിക്കൊള്ളാം കേട്ടോ, ചുരുക്കൊക്കെ ശരിക്കും കിടക്കണില്ലെങ്കിൽ. ഇത് 1 ഇഞ്ച് വെച്ച് 2 അടി അടിക്കണേ. ഇനി നമ്മളിത് ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. ഇത് നമ്മൾ നല്ല വശം ചേർത്ത് വയ്ക്കുക. ഇത് ജോയിൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, നടുവശം എടുത്ത് വയ്ക്കാൻ. നമ്മളിപ്പോൾ ജോയിൻ ചെയ്തതിൻ്റെ ആ ജോയിൻ വശം അതിൻ്റെ മീതയിലേക്ക് മറ്റേ വശം നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങും. നമ്മൾ നിക്കറിന് കിട്ടുന്ന പോലെ ഫ്രണ്ട് കുഴിച്ചിട്ട് അങ്ങനെയൊന്നും ഓട്ടത്തിന് വേണ്ട. അത് നമ്മൾ ലൂസായിട്ട് ഇടുന്നതല്ലേ, അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. നമുക്ക് മുകളിൽ വശം മടക്കി അടിക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു 3 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മളിത് ജോയിൻ ചെയ്യാൻ, ഏതെങ്കിലും ഒരു സൈഡ്. ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇത് തിരിച്ചങ്ങോട്ട് തയ്ക്കാം. ഈ വന്ന വഴി കൂടി തന്നെ തിരിച്ചു പോവാം കേട്ടോ. എന്നിട്ട് സെൻറ്റർ ടു മറ്റേ സൈഡ് അടിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് സെൻറ്ററിലേക്ക് തിരിച്ചു പോവുക. ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം. അവിടെ നിന്ന് മറ്റേ അറ്റത്തേക്ക് അടിക്കുക. കേട്ടോ, മറ്റേ നമ്മൾ സ്ഥലം ഇട്ടല്ലോ, ഓപ്പൺ ഇടാൻ വേണ്ടി അപ്പുറത്ത് സ്ഥലം ഇട്ടിട്ടുണ്ട്. സെന്ററിൽ നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ 2 അടിയായി കേട്ടോ ജോയിൻ്റ്. ഇനി നമുക്ക് ആദ്യം ഇട്ട സ്ഥലത്ത് മടക്കി അടിക്കണ്ടേ, അതിനുവേണ്ടി നമ്മളിതിങ്ങനെ നിവർത്തി വയ്ക്കും. ആ ജോയിൻ ചെയ്ത ഭാഗം നിവർത്തി വയ്ക്കും കണ്ടോ. എന്നിട്ട് ഈ 2 വശം ഇങ്ങനെ പരത്തി എടുത്തിട്ട് അവിടെ ഒന്ന് മടക്കി അടിക്കണം. ഇങ്ങനെ മടക്കി അടിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്തെ വശത്തുനിന്ന് തുടങ്ങാം. 2 മടക്ക് മടക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത വശത്തുനിന്ന് കുറച്ച് താഴെ വരെ അടിക്കണേ. താഴെ വരെ അടിച്ചിട്ട് രുചി താത്തി വെച്ചിട്ട് ഇപ്പുറത്തേക്ക് വരാം. ഇപ്പുറത്തെ വശത്ത്
തിരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്ന് ആവശ്യം മടക്കി അടിക്കണം. കണ്ടോ? ഇവിടെ നമുക്കൊരു ലോക്ക് കൊടുക്കണം. അവിടെ വിട്ടുപോകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഒരു ലോക്ക് കൊടുക്കുക. തിരിച്ചിങ്ങോട്ട് വരിക. ഇനി നമുക്ക് മുകളിൽ മടക്കിയിടാം. വള്ളി ഇടാനായിട്ട് മടക്കി അടിക്കണ്ടേ. ഇത് വക്കായതുകൊണ്ട് ഞാൻ ഒരു മടക്കേ മടക്കുന്നുള്ളൂ കേട്ടോ. വക്ക് വശമാണ് ഇത്. വിലങ്ങനെ എടുത്തുകൊണ്ട് താഴെയും മുകളിലും വക്ക് വശമാണ് കിട്ടിയത്. ബോട്ടത്തിനൊക്കെ കുറച്ച് കട്ടിയുള്ള വീതിയുള്ള വള്ളി ഇടുന്ന കേട്ടോ നല്ലത്. അപ്പം നമുക്ക് നല്ല സേഫായിട്ട് കെട്ടി വയ്ക്കാം. മേടിക്കുന്ന വള്ളി ഒരിക്കലും ബോട്ടത്തിന് ഇടരുത്. അതൊരു വാഷ് കഴിയുമ്പോഴേക്കും ചുരുങ്ങിയിട്ട് ഭയങ്കര ഇരിക്കൽ പോലെ വണ്ണം കുറഞ്ഞു പോകും. പിന്നെ നമ്മളിത് കെട്ടുമ്പോൾ പാടൊക്കെ വരും. സെയിം തുണി ഇല്ലെങ്കിൽ മാച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു തുണിയുടെ എടുത്ത് വള്ളി അടിച്ചാൽ മതി. തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒപ്പം വെച്ച് നോക്കി ആ കണക്കിന് തന്നെ ഒപ്പം വെച്ചിട്ട് മടക്കി. ചില തുണിക്ക് ഏങ്കോണൊക്കെ ഉണ്ടെങ്കിൽ വീതി കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് വച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഈ വള്ളിയും കൂടി ഇട്ടാൽ ബോട്ടത്തിൻ്റെ വർക്ക് കഴിഞ്ഞു. ബോട്ടത്തിൻ്റെ അരവണ്ണം 40 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും 40 ഇഞ്ച് ഉണ്ടെങ്കിൽ അര ചുറ്റളവായി. പിന്നെ ഒരു 10 ഇഞ്ച് വീതം 2 സൈഡിലും കൂടുതൽ വേണം. അപ്പം 40 ഇഞ്ച് അരവണ്ണം ഉണ്ടെങ്കിൽ ഒരു 60 ഇഞ്ചെങ്കിലും നമ്മൾ വള്ളിക്ക് വേണ്ടി വെട്ടിയെടുക്കണം. ഇപ്പം 2 ഇഞ്ച് വീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. വള്ളി ഒന്ന് തയ്ക്കാൻ പോവുക കേട്ടോ. ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ഇതിൽ എടുത്തേക്കണ അരവണ്ണം 14 ഇഞ്ച് വെച്ച് 4 സൈഡിലുണ്ടല്ലോ. അപ്പോൾ 56 ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കണ ലൂസ്. ശരിക്കും നമുക്ക് വേണ്ടത് 40 ഇഞ്ച് അരവണ്ണമാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉള്ളത് കുറച്ച് ബാക്കിലേക്കും കുറച്ച് ഫ്രണ്ടിലേക്കും ആയിട്ട് പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ 56 എന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം 28ആണ്. ആ 28 എന്നുള്ളത് കണ്ടോ 24ലേക്കാക്കി ചുരുക്കണം. അതിനായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം ബാക്കിൽ. ഈ ഇവിടെ തന്നെ ഞെറിഞ്ഞാൽ മതി. ബാക്കിലെ കൊണ്ടുവന്നിട്ട് ഈ ജോയിൻ്റ് വരെയുള്ളത് 28 കിട്ടത്തക്കവണ്ണം നമ്മൾ ലോക്ക് ചെയ്യണം എന്നിട്ട് അവിടെ. അപ്പോൾ ബാക്കിയുള്ള 8 ഇഞ്ച് നമ്മൾ വള്ളി കെട്ടുമ്പോൾ അതിലേക്ക് വരും. അല്ലെങ്കിൽ എല്ലാ പ്ലീറ്റ്സും കൂടി നമ്മൾ ഈ വയറിൻ്റെ അവിടെ കൊണ്ടുവന്ന് കെട്ടേണ്ടി വരും. 22ആയി. കുറച്ചും കൂടി ചുരുക്കിട്ടിട്ട് കുറച്ചും കൂടി ചുരുക്കം കൂടി മാറ്റിക്കഴിഞ്ഞാൽ 24 ആവും. ആ 24 വെച്ച് നമുക്ക് അവിടെ ഒരു ലോക്ക് ഇടണം. ഇവിടം തൊട്ട് ബാക്കിലെ ജോയിൻ്റ് വരെ കേട്ടോ. ബാക്കിലെ ജോയിൻ്റ് വരെ നമുക്ക് 24 മതി. കണ്ടോ 24 ആയി. അപ്പം നമ്മൾ അവിടെ ഒരു ഇത്തിരി നീക്കി ഇവിടെ ഒരു അടി അടിക്കണം. വള്ളി
ഈ മടക്കി അടിച്ചേക്കണ ഭാഗമൊക്കെ കൂടെ കൂട്ടി 2-3 സ്റ്റിച്ചിട്ട് കൊടുക്കാം. അതവിടെ അടങ്ങാണ്ട് നിന്നോളൂ. ചുറ്റും ഒരു 4 ഇഞ്ച് ചുരുക്കിട്ടിട്ട് ഇവിടെ നമ്മൾ ഇതിനോട് ചേർത്ത് അടിച്ചു കൊടുക്കും. പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് ചുറ്റളവ് 56 വരുന്നുണ്ട് അരവണ്ണത്തിൽ. 14 × 4. ഈ 56-ലെ 40 അരവണ്ണം നമുക്ക് വേണ്ടത്. ബാക്കി 16 ഇഞ്ച് നമ്മളിവിടെ ലൂസ് എടുത്തേക്കുവാണ്. അപ്പോൾ ഈ 16 ഇഞ്ചും നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കെട്ടിയാൽ വയറൊക്കെ ഒരുപാട് വീർത്തിരിക്കില്ല, അത്രയും ചുരുക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ. അപ്പോൾ 8 ഇഞ്ചിൻ്റെ ചുരുക്ക് നമ്മൾ ബാക്കിലേക്ക് എടുത്തിട്ട് കണ്ടോ, ഈ ബാക്കിൽ ചുരുക്കിയിട്ട് ഈ സൈഡിൽ ഇവിടെ നിന്നൊരു 6 ഇഞ്ച് വിട്ടും ഇവിടെ നിന്നൊരു 6 ഇഞ്ച് വിട്ടും നമ്മളൊരു അടി അടിച്ചേക്കുവാണ്. ഈ സ്ട്രാപ്പും ഇത് രണ്ടും കൂടെ കൂട്ടി. അപ്പോൾ ഈ പ്ലീറ്റ്സ് ഇവിടെ തന്നെ ഇരുന്നോളും. പിന്നെ നമ്മൾ ബാക്കി കെട്ടണത് നമ്മൾ ചുരുക്കുമ്പോൾ ഇങ്ങനെ എല്ലായിടത്തേക്കും ആക്കി ചുരുക്കി അങ്ങ് ഇവിടെ കെട്ടി വെച്ചാൽ മതി. ഞാൻ അപ്പുറം എടുത്ത് കാണിച്ചു തരാം. തയ്ച്ചു കഴിഞ്ഞു. വളരെ ഈസി അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? നല്ല ഈസി അല്ലേ ഇത്? പ്ലീറ്റ്സ് ഒന്നും ഇടണ്ട, സിമ്പിളായിട്ട് ഇടുക. ഇത് ഇടാനും നല്ല സുഖമാണ് കേട്ടോ, നല്ല ലൂസൊക്കെ ഉണ്ടാവും. ഇവിടെ കുറച്ച് ചുരുക്കുണ്ടാവും. ചുരുക്കം നിങ്ങൾ കുറച്ചും കൂടി വയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെങ്ത് കൂട്ടിയെടുത്താൽ മതി. ഇതാണ് ഞാൻ ബാക്കിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ഇടണമെന്ന് പറഞ്ഞു. ഇങ്ങനെ വള്ളിയുടെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇവിടെ കുറച്ച് ചുരുക്കിട്ട് വെച്ചാൽ ഈ വള്ളി ഊരിയും പോകില്ല. എല്ലാവർക്കും ഉള്ള പ്രശ്നമല്ലേ, ബോട്ടം ഇട്ട് ചിലപ്പോൾ വള്ളി കിട്ടുമ്പോഴേക്കും വള്ളി ഊരിപ്പോവും. അപ്പം നമ്മൾ ഈ വള്ളിയും ഇതും കൂടി ജോയിൻ ചെയ്താണ് അടിച്ചു വെച്ചേക്കണേ. വള്ളി ഇനി അവിടെ നിന്ന് അനങ്ങൂല, ഊരിപ്പോവില്ല, വട്ടം കറങ്ങില്ല, അങ്ങനെ വട്ടം കറങ്ങില്ല. ബാക്കി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ വലിച്ചു കെട്ടുമല്ലോ. അപ്പോൾ ആ പ്ലീറ്റ്സ് ഇങ്ങനെ ഇവിടെ ഇട്ട് കെട്ടിക്കൊടുത്താൽ മതി. അപ്പം എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കണം. ഈസി മെത്തേഡാണ്, എല്ലാവരും തയ്ച്ച് നോക്കണം. ഇത് നല്ലോണം തയ്ച്ചിട്ട് വേണം നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള എല്ലാ മെത്തേഡിലുള്ള ബോട്ടം തയ്ച്ച് പഠിക്കണ്ടേ. എല്ലാം ബോട്ടം തയ്ച്ച് പഠിക്കണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാൻ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതൊക്കെ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.